എഞ്ചിനീയറിംഗ് സമയത്തായിരുന്നു ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടതും ഇങ്ങനെയും സിനിമകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ആ സമയത്തായിരുന്നു. സിനിമ മാത്രമല്ല, ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ഒരു വേൾഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നൊരു ഫേസാണ് ആ ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫേസാണല്ലോ. നമ്മുടെ ഫാമിലിക്കകത്തുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്സിലും ഒരു ബൗണ്ടറി വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസും അതിനകത്തേക്ക് ആരൊക്കെ കടത്താം അല്ലെങ്കിൽ കടത്തരുതെന്നുള്ളൊരു എല്ലാ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു ബൗണ്ടറി വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സേതുവിന് എന്തോ മനസ്സിലായിട്ടുണ്ട്, സംതിങ്സ് ബ്രൂയിങ് എന്നുള്ളൊരു ഫീലിംഗ് സേതുവിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് സേതു സംസാരിക്കുന്നത്. എനിക്കും അത് ഷൂട്ട് ചെയ്തതും ആ സീൻ ഷൂട്ട് ചെയ്തതും പെർഫോമൻസ് വൈസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കാസ്റ്റിൻ്റെ പേരിലൊരു പൊടി അതിന്റെ ഡിസ്കഷൻസും ഉണ്ടാവുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം ചിലർ പറഞ്ഞു അതിനൊരു ബ്രാൻഡായിട്ട് എടുത്താൽ പോലെ, പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ചില നിമിഷങ്ങളിൽ നമ്മളല്ലാതെ ആയി പോകും എന്നൊക്കെ പറയില്ല, അങ്ങനെ ആയതാവാം. അപ്പോൾ ആ ഒരു മൊമെന്റ് ഓഫ് മാഡ്നെസ് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പം ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോയിട്ടുണ്ടാവില്ല. അതിൻ്റെ സൗണ്ട് ഡിസൈനും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോവിഡ് കഴിഞ്ഞ് നമ്മുടെ ലൈഫെല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലുള്ളത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു, ഒരു എല്ലാം ഓപ്പൺ അപ്പ് ആവുന്ന. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലായിരുന്നു നാഷണൽ അവാർഡ്സും അനൗൺസ് ചെയ്യുന്നത്. അത് കിട്ടിയപ്പോൾ ഇതേ ഒരു ഫീലിംഗ് ആയിരുന്നു, ലൈക്ക് ഫൈനലി തിങ്സ് ആർ ഓപ്പണിംഗ് അപ്പ് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഇതിലിപ്പം ആതിരയുടെയും നിഖിലിൻ്റെയും ഈ ഒരു ലവ് സ്റ്റോറി ഭയങ്കര കല്ലേടിയാണെന്ന് പറയുമ്പോഴും പക്ഷെ ഇവർ തമ്മിലൊരു ഉണ്ടാകുന്ന ഒരു ബോണ്ടുണ്ട്, അത് ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അവർ രണ്ടുപേരും ഭയങ്കര എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് ആണ്, അവർ തമ്മിൽ മനസ്സിലാക്കി ആ ഒരു ലവ് ഫോം ചെയ്യുന്നത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത നോക്കുമ്പോൾ ഇവർ തമ്മിലൊരു കെമിസ്ട്രി ബിൽഡ് ചെയ്തത് ഭയങ്കര രസമായിട്ടാണ് കാണുന്നത്. അതെങ്ങനെയാണ് അവർ തമ്മിലൊരു കെമിസ്ട്രി, അതായത് അതിന് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഇതിൽ ആദ്യം ഈ രണ്ട് ആക്ടേഴ്സ് തോമസും ഗാർഗിയിൽ ആദ്യം ഇന്നാവുന്നത് ഗാർഗിയായിരുന്നു. ഗാർഗി ഇതിന് മുമ്പ് എൻ്റെ കൂടെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാതിരാ സ്വപ്നം പോലെ. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിപ്ലോമ ഫിലിമായിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് പരിചയമുണ്ട് ഗാർഗിയായിട്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യം വേറെയും ഓപ്ഷൻസൊക്കെ നോക്കിയിരുന്നു, എന്നിട്ടാണ് ഗാർഗിയിൽ എത്തിയത്. മൻസ് ഗാർഗി വന്നപ്പം എനിക്കറിയായിരുന്നു ഗാർഗി ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു. പിന്നീടാണ് തോമസ് വരുന്നത്. അതും നിഖിലിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു. നിഖിലിന് ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത് ഞാനൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരുപാട് പേരെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. ലൈക്ക് എനിക്ക് നമ്മൾ പിൻ പോയിന്റ് ചെയ്യാന്നൊക്കെ പറയില്ല, ലൈക്ക് വ്ലോഗ്ഡ് ഇട്ട് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഫൈനലി തോമസിനെ ഇങ്ങനെ വിളിച്ചു. തോമസിനെ പരിചയം ഉണ്ടായിരുന്നു, എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. തോമസും എൻ്റെ ഡിപ്ലോമ ഫിലിം അതായത് ഒരു പാതിരാ സ്വപ്നം പോലെയൊക്കെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഓഡിഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തോമസിൻ്റെ ഓഡിഷൻ്റെ സമയത്ത് ഗാർഗി ഉണ്ടായിരുന്നു അവിടെ. ഈ സീൻസ് ഒരുമിച്ചിട്ടായിരുന്നു അവിടെ പെർഫോം ചെയ്തതൊക്കെ. ആ സമയത്ത് ഈ കാര്യം എനിക്ക് ക്ലിയർ ആയിരുന്നു, അതായത് ഇവർ തമ്മിലൊരു ബോണ്ട് അവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ആതിര നിഖിലിൻ്റെ ആ ഒരു ബോണ്ട് കറക്റ്റായിട്ട് ഇവർ തമ്മിൽ ആ ഒരു ഓൺ സ്ക്രീന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം വന്നു. അങ്ങനെയായിരുന്നു അത് ഇവർ രണ്ടുപേരെയും ഇന്നാക്കുന്നത്. അതുപോലെ ഇപ്പം റീൽസിലാണെങ്കിലും കൂടുതൽ പോകുന്നത് ജോജു പറഞ്ഞ ആ ഡയലോഗ്സ് ആണ്, റിലേഷൻഷിപ്സ് ആർ എഫെമറൽ എന്ന് പറയുന്നത്. ആ ഡയലോഗിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് സിനിമ തന്നെ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അതേപോലെ തന്നെ അല്ലാതെ നമ്മളിപ്പം ഏതൊരു റിലേഷൻ ആണെങ്കിലും അതിനൊരു ബൗണ്ടറി വേണം എന്നും പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് കൊണ്ട് എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പം ഒരു ഫാമിലിക്കകത്തുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്സിലും ഒരു ബൗണ്ടറി വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസും അതിനകത്തേക്ക് ആരൊക്കെ കടത്താം അല്ലെങ്കിൽ കടത്തരുതെന്നുള്ളൊരു എല്ലാ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു ബൗണ്ടറി വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഫിലോസഫി തന്നെയാണ് അവിടെയും പറയുന്നത്. ജോജു അതായത് സേതുവിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നായിരിക്കണം അത് പറയുന്നത്. അപ്പോൾ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ ആ കോണ്ടെക്സ്റ്റിൽ ഡെഫിനറ്റ്ലി, അതായത് സേതുവിന് എന്തോ മനസ്സിലായിട്ടുണ്ട്, സംതിങ്സ് ബ്രൂയിങ് എന്നുള്ളൊരു ഫീലിംഗ് സേതുവിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് സേതു സംസാരിക്കുന്നത്.
എനിക്കും അത് ഷൂട്ട് ചെയ്തതും ആ സീൻ ഷൂട്ട് ചെയ്തതും പെർഫോമൻസ് വൈസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് സമയമായി ഈ സിനിമ. എനിക്ക് തോന്നുന്നു റിലീസിനും ഒരു 2 കൊല്ലം മുന്നെയാണ്, 23-ലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈവൻ കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിയുമ്പോഴും റിലീസിന് മുമ്പേ ഒക്കെ ജോസേട്ടനെ കാണുമ്പോഴും ജോസേട്ടൻ ഈ ഒരു സീൻ ഇങ്ങനെ പറയും, അത് ഭയങ്കര രസമായിട്ട് വന്നൊരു സീനായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ആ സീൻ ഇപ്പം ഇങ്ങനെ റീൽസ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ആൾക്കാർക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്നത്, ബ്രേക്കപ്പ് ആയിട്ടാണ് നിഖിലിന്റെ ക്യാരക്ടർ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആതിര പറയുന്ന കുറച്ച് വാക്കുകളാണ് അവന് ആശ്വാസം തരുന്നത്. അതിൽ പറയുന്നത് ഭയങ്കര രസമാണ്. ഒരു ബട്ടർഫ്ലൈ നമ്മളെ കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് പോകും, അല്ലെങ്കിൽ പറന്നു പോകുമ്പോൾ നമ്മളതിനെ നമ്മൾ ഉള്ള ആ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് അതിനെ നമ്മൾ ചെറിഷ് ചെയ്യുക എന്നുള്ളതല്ലാതെ അത് വിട്ടിട്ട് പോയാൽ അതിനെ വിട്ടിട്ട് അതങ്ങ് ഫ്രീ ആക്കി വിടണം എന്നുള്ള പറയുന്നുണ്ട്. ആ ഒരു സാധനം കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ഒരു ഡയലോഗ്സിലേക്ക് അത് നല്ല ഭംഗിയായിട്ടാണ് പറഞ്ഞു വെച്ചത്. അതെങ്ങനെയാണ് ആ ഡയലോഗ്സിലേക്ക് എത്തിയത്? എനിക്ക് തോന്നുന്നത് അതൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. നമ്മൾ പലപ്പോഴും ആ ഒരു നമ്മൾ ബ്രോക്കൺ ആണെന്ന് പറയുന്ന ഒരു സ്റ്റേജ്, ആ ഒരു സ്റ്റേജിൽ പലപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു ചാരാനൊരു തോളെന്നൊക്കെ പറയില്ലേ, അതുപോലെ ആൾക്കാരെ കിട്ടിയിട്ടുള്ളവർ അത് കറക്റ്റായിട്ട് അവർക്ക് കണക്റ്റ് ആവും. നമ്മൾ ഇപ്പം ഇതിൽ ഈ സീനിൽ തന്നെ ഇപ്പം ആതിര അത് പറയുന്നത് ശ്രദ്ധിച്ചാൽ അതിനെ കംപ്ലീറ്റ്ലി മീൻ ചെയ്തിട്ടൊന്നും അല്ല പറയണത്. അത് വരച്ചുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ പറയുന്നു. പക്ഷെ അത് നിഖിൽ എടുക്കുന്ന രീതിയാണ്. നിഖിലൊരു എക്സ്ട്രീംലി വൾണറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അത്ര മീൻ ചെയ്യാതെ പറഞ്ഞിട്ട് കൂടെ കുറച്ചൊരു ഒരു എലമെന്റ് ഓഫ് ഡിസ്ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ പറയുന്നതിൽ. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നിഖിൽ എടുക്കുന്ന അത്രയ്ക്കും ഡീപ്പായിട്ടാണ്. അത് ഉള്ളിൽ എവിടെയോ കൊണ്ടിട്ടുണ്ട് നിഖിലിൻ്റെ. ആൻഡ് that gave him a certain sense of solace. അപ്പോൾ അതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആ സീനിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അതുപോലെ ജോജുവിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ടെന്നാണല്ലേ. ഇതിലൊരു ഉത്സവത്തിൻ്റെ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് ജോജു ഒരു പെണ്ണിനെ നോക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് തന്നെ പരാമർശിക്കുന്നുണ്ട് ജോജുവിൻ്റെ ഒരു കല്യാണം മുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് കാണിക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നോ? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സീക്വൻസ് ആണ്. ഒരുപാട് ആലോചിച്ച് എഴുതിയതാണ് ആ സീൻ. അതെ, അതവിടെ വേണം, എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് എനിക്ക് തോന്നുന്നു ആ 2 സീക്വൻസ്, അതായത് ആ ചെണ്ടമേളം കേട്ട് നിൽക്കുന്ന ഒരു സീക്വൻസും പിന്നീടുള്ള ഈ ഒരു DJ സീക്വൻസിൽ ഈ ഒരു ഇൻട്രാക്ഷനും, അത് ആ 2 സീക്വൻസുകളും സേതുവിനെ പറ്റി ഒരുപാട് പറയാതെ പറയുന്നുണ്ട്, ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ. അതാണത്. അതുപോലെ ഇതിൽ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം കാസ്റ്റാണ്. ഇപ്പം അലൻസിയർ തന്നെ പറയുന്നുണ്ട്, ഇപ്പം സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമ്പം ആ പുള്ളിയെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം നമ്മളെ പണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് നമ്മളെ കാസ്റ്റിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് അലൻസിയറിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം സ്വന്തം കുടുംബത്തിൽ ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് നടക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു അയർനെയാണ് അല്ലേ. അത് നമ്മൾ ശരിക്കും കേരളത്തിലാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് ഉള്ള ഒരു സംഭവമാണത്. മറ്റുള്ളവർ കാണിച്ചാൽ നമുക്ക് ഓക്കെ ഇതാണ്, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒന്നും അത് വേണ്ട എന്നുള്ളൊരു സാധനം അത് ഡെലിബറേറ്റ്ലി കൊണ്ടുവന്നാണ് ഈ കാസ്റ്റിൻ്റെത്. അതെ, അത് ഡെലിബറേറ്റ്ലി തന്നെയാണ്. അത് ഇൻ ദ സെൻസ് ഒരു കാസ്റ്റ് വൈസോ അല്ലെങ്കിൽ വേറൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെ ഫോഴ്സ്ഫുള്ളായിട്ട് ഈ സിനിമയിലൂടെ പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സൊക്കെ വന്നപ്പോൾ അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ടിയിരുന്നു. അങ്ങനെ അവരൊരു പെർട്ടിക്കുലർ ഒരു കാസ്റ്റിലും ഒരു സോഷ്യൽ സ്ട്രേറ്റയിലും പ്ലേസ് ചെയ്തു. ഒബ്വിയസ്ലി ആ ഒരു കാസ്റ്റിലും സോഷ്യൽ സ്ട്രേറ്റയിലും അവരെ പ്ലേസ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് വരുന്ന പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം വിഷ്ണുനാണെങ്കിലും അയാൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഹ്യൂമിലിയേഷനും കാര്യങ്ങളൊക്കെ. അത് അയാൾ നേരത്തെ പറഞ്ഞ പോലെ അത് അയാളെ ഡീപ്പായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതാണ് വേറൊരു രീതിയിൽ അവിടേക്ക് ഒരു അഗ്രഷൻ, ഒരു ഫോം ഓഫ് അഗ്രഷനിലേക്ക് അത് വരുന്നത്. പിന്നെ ഇപ്പം ഈ
കറക്റ്റായിട്ട് യൂസ് ചെയ്ത ഒരു വേർഡ്, അതായത് ആ ഒരു എന്താ പറയുക ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു സാധനം അതുണ്ടല്ലോ, സൊസൈറ്റിയിലുണ്ടല്ലോ. ഇപ്പം നടക്കുന്ന ഡിസ്കഷൻസിൽ പോലും ആ ഒരു ഹിപ്പോക്രസി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഒരു കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണെന്ന് ഇറ്റ് പ്രൂവ്സ് എ പോയിന്റ്. ഒരു സീനിൽ ജോർജിൻ്റെ അടുത്ത് കടയിൽ വന്നിട്ട് ഒരാൾ ചോദിക്കണം ബ്രാഹ്മിൻസിൻ്റെ മഞ്ഞൾപ്പൊടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഉള്ളതേ ഉള്ളൂ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ബ്രാഹ്മിൻസിൻ്റെ എന്നുള്ളത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം ശരിക്കും അങ്ങനെ നമ്മൾ കൊടുക്കാറില്ലല്ലോ. അത് ഇങ്ങനെ ഡെലിബറേറ്റ്ലി കൊടുത്ത് കാസ്റ്റിൻ്റെ ഇതിൽ തന്നെയാണോ അത്? അതിൽ തന്നെയാണ്. അഗെയിൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കാസ്റ്റിന്റെ പേരിലൊരു പൊടി. അതിന്റെ ഡിസ്കഷൻസും ഉണ്ടാവുന്നു ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം ചിലർ പറഞ്ഞു അതിനൊരു ബ്രാൻഡായിട്ട് എടുത്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ഈയിടെയും എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച മുന്നേ ഇതിനെപ്പറ്റി വേറൊരു കോണ്ടെക്സ്റ്റിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിലവർ പറയുന്നത് ഇപ്പം അജ്മിയുടെ പുട്ടുപൊടി അങ്ങനത്തെ ഒക്കെ പേരുകൾ ഉണ്ടായിട്ടും ബ്രാഹ്മിൻസും അത് കൂട്ടത്തിൽ വെച്ചാൽ മതിയല്ലോ എന്നുള്ളത്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ലേ നമ്മൾ മേടിക്കുന്നത്, അങ്ങനത്തെ രീതിയിലാണ്. അല്ല, ഇപ്പം ഇതൊരു വലിയ ഡിസ്കഷനാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് എൻ്റെ പോയിന്റ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഞാനതാണ് പറഞ്ഞു വന്നത്. ഒരു കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇതിനെപ്പറ്റി ഒരു വലിയ ഡിസ്കഷൻ നടന്നിരുന്നു ഓൺലൈൻ വീഡിയോകളിലൊക്കെ. അതൊരു സർനെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ആ ഒരു പേര് ഒഴിവാക്കുന്നതിലോ അല്ലെങ്കിൽ ഈ കാസ്റ്റ് നെയിംസ് യൂസ് ചെയ്യുന്നതിലോ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ സമയത്തിനെക്കാട്ടും കൂടുതലെടുക്കും. അതിലോട്ട് ഇപ്പോൾ കിടക്കണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള പോയിന്റും അതാണ്. കാരണം നമുക്ക് സോഷ്യലി ഒരുപാട് കാസ്റ്റ് അട്രോസിറ്റീസും ഒക്കെ നടന്നിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ അതിനൊരു കറക്ഷൻ എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഒരു സീനിൽ ഇപ്പം മരിക്കാനായി കിടക്കുന്ന ഒരു അമ്മയാണ്, അങ്ങനെയാണല്ലോ മക്കളൊക്കെ വരുന്നത്. ഇപ്പം അലൻസിയറുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പം അവർക്കൊക്കെ അമ്മ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ളൊരു അലൻസിയർക്കാണെങ്കിലും സുരാജിൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ജോലിക്ക് പോകണം, പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ. അപ്പം നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ് അലൻസിയർക്ക് അത് ഭയങ്കര നീഡാണ്. അപ്പോൾ അലൻസിയർ അവിടെ ഒരു സീനിൽ അമ്മയെ കൊല്ലാം എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് കാണിക്കുന്നില്ല. സുരാജിൻ്റെ ക്യാരക്ടർ വന്നിട്ട് അമ്മയെ കൊല്ലാന്ന് കണ്ട് വരുന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ബാക്കിൽ ഇതുപോലെ അലൻസിയർ അവിടെ ആ സീനിലുണ്ട്, ഓൾറെഡി വന്നിട്ട് നിൽക്കുകയാണ് അവിടെ. പക്ഷെ അത് എത്രത്തോളം നമുക്ക് കൺവിൻസിങ് ആയിരുന്നു. അതായത് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അലൻസിയർ എന്തിനാണ് ഇപ്പോൾ സുരാജ് അവിടെ വരുമെന്ന് അങ്ങനെ പുള്ളി അവിടെ ഒളിച്ചു നിൽക്കുകയാണെന്നുള്ള ഒരു അർത്ഥമൊന്നും അവിടെ ഇല്ല. പിന്നെ ആ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് വരിക. ഇപ്പോൾ ആ ഒരു മൊമെന്റിൽ ഭാസ്കർ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല ഇയാളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഇയാൾ വരുന്നതോ. പുള്ളി കംപ്ലീറ്റ്ലി അതൊരു മൊമെന്റ് ഓഫ് മാഡ്നസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഭാസ്കറിന്റെ ക്യാരക്ടറിന്റെ അടുത്ത് നിന്നിട്ട്. നമ്മളെല്ലാവരും ചില നിമിഷങ്ങളിൽ നമ്മളല്ലാതെ ആയി പോകുന്നൊക്കെ പറയില്ല, അങ്ങനെ ആയതാവാം. അപ്പോൾ ആ ഒരു മൊമെന്റ് ഓഫ് മാഡ്നസ് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പം ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോയിട്ടുണ്ടാവില്ല. അതിൻ്റെ സൗണ്ട് ഡിസൈനും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ ഹോങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ചൊരു സർറിയൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് മാതിരിയാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സിനിമയിൽ പറയുകയാണെങ്കിൽ ചില സമയത്ത് സൈലൻസ് ആണ്, ഭയങ്കര സൈലൻസ് ആയിട്ട് പോകുന്നത്. ചില സമയത്ത് ആ മ്യൂസിക് സൈലൻസിനെ അപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് എങ്ങനെയായിരുന്നു? മ്യൂസിക് ഭയങ്കര രസമായിട്ടാണ് അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. അതെങ്ങനെയായിരുന്നു മ്യൂസിക്കായിട്ടുള്ള ഒരു കമ്പൈൻ ചെയ്ത് വന്നത്? ഇതില് മ്യൂസിക്കിനും ഭയങ്കര ഒരു ഉയർച്ച താഴ്ചകളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സൈലൻസ് ആയിട്ടുള്ളൊരു കുറേ മൊമെന്റ്സ് ഉണ്ട്. അത് ആ വീട്ടിലെ അന്തരീക്ഷം, ഒരു മരണം സംഭവിക്കാൻ പോകുന്ന ഒരു വീടാണ്, അതിനകത്ത് വരുന്നതായിട്ടുള്ള സൈലൻസുകളും ഓക്വേർഡ്നെസ്സും ഉണ്ട്. അതായത് ഇവർ ഒരുപാട് പേര് മുന്നേ അവർക്കൊരു ഹിസ്റ്ററി ഉണ്ട്, അവർ കുറേ കാലത്തിന് ശേഷം ഒത്തുചേരുമ്പോൾ വരുന്ന അവിടെ ഒരുപാട് ഓക്വേർഡ്നെസ് നിറഞ്ഞു നിൽക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ആ സൈലൻസ് വേണം, നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇപ്പം മ്യൂസിക് കുത്തി നിറയ്ക്കേണ്ട ഒരു സ്ഥലമൊന്നും അല്ലാതെ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവർക്കും അത് ബോധ്യം ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്തപ്പം. ആസ് എ ഡയറക്ടർ എനിക്കും, ആസ് എ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജനും, ഞങ്ങളുടെ സൗണ്ട് ഡിസൈനർ ജെഡിക്കും, നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു എവിടെ നമുക്ക് സൈലൻസ് വേണം, എവിടെ സൗണ്ടിൻ്റെ ഓരോരോ എലമെൻറ്റ്സ് വേണം, എവിടെ മ്യൂസിക് നമുക്ക് വേണം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടായിരുന്നു. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കിനും ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ്സ് ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉയർച്ച താഴ്ചകൾ ആ മ്യൂസിക്കിനും ഉണ്ട്.
ഇപ്പോൾ നമുക്ക് ഭയങ്കര ഓർക്കസ്ട്രൽ ആയിട്ടുള്ള മ്യൂസിക് ഇതിലുണ്ട്, വേറൊരു ആംബിയൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ഇതിലുണ്ട്, കുറച്ചൊരു ഗസൽ സോങ് നമ്മൾ അതിൻ്റെ വന്നു പോകുന്നുണ്ട്, ഒരു ഒരു ആംബിയൻ ട്രാക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുള്ളി DJ ഹെവി ബീറ്റ്സ് ഉള്ള ഒരു പാട്ടുണ്ട്. അത് ആ ഒരു ഒരുപാട് പെർസ്പെക്റ്റീവ്സിൻ്റെയും ആ ഒരു വേരീഡ് നേച്ചർ ഓഫ് ലൈഫിൻ്റെയും ഒക്കെ ഒരു ഒരു സൂചനയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം ഒരു പാതിര സ്വപ്നം പോലെ അതിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഒരു മൊമെന്റ് എങ്ങനെ ചെറിഷ് ചെയ്യുന്നു? അതെങ്ങനെയായിരുന്നു? അത് പറഞ്ഞ പോലെ ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻ്റാണ് അത്. ഇപ്പം ഞാൻ 2019 ഈ ഒരു പാതിര സ്വപ്നം പോലെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ കോവിഡ് വന്നു. അപ്പോൾ നമ്മൾ ഈ ഫിലിം സ്കൂളിൽ ചെയ്യുന്ന പ്രൊജക്ട്സ് എല്ലാം നമുക്ക് ഇപ്പം അങ്ങനെ ഒരു വൈഡായിട്ട് പബ്ലിക് സ്ക്രീനിങ്സ് ഒന്നും നമുക്ക് നടത്താനുള്ളൊരു സ്കോപ്പൊന്നുമില്ല. ഷോർട്ട് ഫിലിംസ് ആണ്, 1/2 മണിക്കൂറിൻ്റെ സിനിമകളാണ്. അപ്പം നമ്മുടെ ആകെ ഒരു അവന്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫിലിം ഫെസ്റ്റിവൽസും അങ്ങനത്തെ സ്ക്രീനിങ്സ് ഒക്കെയാണ്. പക്ഷേ ഈ സിനിമ ചെയ്ത ഉടനെ കോവിഡ് വരുമായിരുന്നു. അപ്പോൾ ഒരു കൊല്ലത്തോളം ഈ സിനിമ ആരെയും കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്ത ഫൈനൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് ആയിരുന്നു അത്, ആ ഒരു 2020 എന്നൊക്കെ പറയുന്ന. അതിൻ്റെ അവസാനമാണ് ഇഫി ഗോവയിൽ ഇന്ത്യൻ പനോരമയിൽ സെലക്ഷൻ കിട്ടുന്നത്. അപ്പം നമ്മുടെ കോവിഡ് കഴിഞ്ഞ് നമ്മുടെ ലൈഫെല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു, ഒരു എല്ലാം ഓപ്പൺ അപ്പ് ആവുന്ന. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലായിരുന്നു നാഷണൽ അവാർഡ്സും അനൗൺസ് ചെയ്യുന്നത്. അത് കിട്ടിയപ്പോൾ ഇതേ ഒരു ഫീലിംഗ് ആയിരുന്നു, ലൈക്ക് ഫൈനലി തിങ്സ് ആർ ഓപ്പണിംഗ് അപ്പ് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഈ സിനിമയ്ക്ക് മുമ്പ് ഇപ്പം ആ ഒരു ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നത്? സിനിമയ്ക്ക് മുമ്പ് എന്നുള്ള ലൈഫ് ഐ മീൻ സിനിമയിലേക്കാണെന്ന് ഇപ്പോൾ നേരത്തെ ഡയറക്ഷനിൽ തന്നെയായിരുന്നു താല്പര്യം? ഇല്ല, അതൊരു ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. എഞ്ചിനീയറിംഗ് സമയത്തായിരുന്നു ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടതും ഇങ്ങനെയും സിനിമകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ആ സമയത്തായിരുന്നു. സിനിമ മാത്രമല്ല, ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ഒരു വേൾഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നൊരു ഫേസാണ് ആ ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്ന. അങ്ങനത്തെ ഒരു ഫേസാണല്ലോ, നമ്മൾ ഒരുപാട് വായിക്കും, ഒരുപാട് സിനിമകൾ കാണുന്ന അങ്ങനത്തെ ഒരു ഫേസായിരുന്നു. അവിടെ എവിടെയോ ആയിരുന്നു സിനിമ ചെയ്യണം എന്നുള്ള. ആ സമയത്ത് 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. ഷോർട്ട് ഫിലിംസ് ചെയ്തപ്പം ആ ഒരു സിനിമയുടെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊക്കെ വന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എങ്ങനെ എത്തുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് മനസ്സിലായി, അതായത് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പൂനെയിൽ FTIയും കൽക്കത്തയിലെ SRFTI ആണ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഒരു മേജർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് മനസ്സിലായി. പിന്നെ ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെയും കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ്. അപ്പം എഞ്ചിനീയറിംഗ് എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു 2 കൊല്ലമൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഓക്കെ ഡിഗ്രി വേണം, നമുക്കെങ്കിലും അതിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിലായിരുന്നു അത് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് SRFTIയുടെ എൻട്രൻസ് എഴുതി. ഇപ്പം അത് രണ്ടും കോമൺ ആണ്, FTI SRFTI എൻട്രൻസ്. ആ സമയത്ത് സെപ്പറേറ്റ് ആയിരുന്നു. ഞാൻ SRFTIയുടെ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടി. അതൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ഒരു 4 കൊല്ലം അഗെയിൻ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള 4 കൊല്ലമായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു ഫിൽം മേക്കിംഗ് വോയിസും ലാംഗ്വേജും ഒക്കെ ഒരു കൂടുതൽ ഒരു മോൾഡ് ചെയ്തത് ആ ഒരു സ്പേസ് ആയിരുന്നു. ഇനി ഏതാ പടം? ഇപ്പം നേരത്തെ പറഞ്ഞു പടത്തിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. ഇതേ ഓണറിലുള്ള പടങ്ങളാണോ ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്? അല്ല, ഇതേ ജോണറിലുള്ള പടങ്ങളല്ല. ഇത് എൻ്റെ ഒരു കംഫർട്ട് സോണാണെന്ന് തോന്നുന്നു എനിക്ക്. ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആസ് എ ഫിലിം മേക്കർ ഒരേ സ്പേസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോൺറാസും ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസും ടോപ്പിക്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അടുത്തത് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഇത്ര നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്.